ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ്. നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇറച്ചി കേക്ക് എന്നൊക്കെ പറയും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാല എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു സവാള നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. പേസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുത്താലും മതി. വെളുത്തുള്ളിയും അതുപോലെ ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉള്ളി നല്ലോണം ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. വല്ലാതെ നല്ലോണം വാട്ടൊന്നും വേണ്ട കേട്ടോ, ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. പിന്നെ നമ്മളതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ചിക്കൻ മസാല, മീറ്റ് മസാല ഏതായാലും കുഴപ്പമില്ല, അതിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ആവശ്യത്തിന് ഗരം മസാല ഇട്ട് കൊടുക്കുക. ഈ മസാലകളെല്ലാം ഓവറാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ കേക്കിൽ ഒരു മസാലേൻ്റെ കുത്തലുണ്ടാവും. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് പച്ചമണക്കം മാറുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ടൈമിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ നോക്കിക്കാണ്ട്, ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ഇറച്ചി കേക്കിൻ്റെ മസാല ഇവിടെ റെഡി ആക്കണം കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. അതേ സെയിം അളവിൽ തന്നെ 1/4 കപ്പ് പാലും ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ലൂസ് ബാറ്ററായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ ഇറാനി പോളൊക്കെ കുറച്ചൊരു ടൈറ്റ് ഉള്ളൊരു ബാറ്റർ ആയിരിക്കുമല്ലോ, ഇതൊരു ലൂസ് ബാറ്ററായിട്ടാണ് വേണ്ടത് കേട്ടോ. അങ്ങനെ നമ്മൾ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മസാല ഉണ്ടാക്കി വെച്ചേക്കുന്ന മസാല അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ഈ മിക്സിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഏതെങ്കിലും പാം ഓയിലോ അല്ല സൺഫ്ലവർ ഓയിലോ ഏതായാലും കുഴപ്പമില്ല, അത് കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ വെച്ച് ചൂടാക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാത്രം വെക്കുക. എന്നിട്ട് ഓയിലോ നെയ്യോ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് ഈ ബാറ്റർ അതിലേക്ക് ഒഴിക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് നമ്മുടെ ഇതിൻ്റെ ഫില്ലിങ്സ് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇതിൻ്റെ ഒരു കറക്റ്റ് വേവ് എന്ന് പറയുമ്പോൾ ഒരു 15 to 25 മിനിറ്റ് വരെ ടൈം എടുക്കും കേട്ടോ. അത് ഓരോരുത്തർ എടുക്കുന്ന പാത്രത്തിൻ്റെയും ക്വാണ്ടിറ്റിൻ്റെയും ഒക്കെ അനുസരിച്ചിരിക്കും. അങ്ങനെ ഇത് റെഡി ആയ ശേഷം വേറൊരു പാനിലേക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് 1-2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളത് ഉണ്ടാക്കാൻ, വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി തന്നെ ആയിക്കാരം. എന്നാലും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.